ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇതിന്റെ മുൻപത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം കേട്ടോ, കുഞ്ഞുമണിക്ക് വയ്യായിരുന്നു. കുഞ്ഞുമണി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് കുഞ്ഞുമണിയായിട്ട് ചെക്കപ്പിന് പോവാണ് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ സ്കിന്നിന്റെ ഡോക്ടർ ഒന്ന് കാണും കേട്ടോ. കുഞ്ഞുമണിയുടെ മുഖത്ത് ചെറിയ കുരു പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി ബസ് കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. ഞങ്ങളുടെ വീടിന്റെ കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കടലാണ് കേട്ടോ. ഞാൻ കടലിന്റെ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് അമ്മയും കുഞ്ഞുമണി ഇതേ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. അപ്പോൾ നമ്മുടെ കുഞ്ഞുമണിയുടെ എപ്പോഴത്തെ പരിപാടി പോലെ കുഞ്ഞുമണിക്ക് ചെറിയ രീതിയിൽ ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ആദ്യം ഞാൻ സ്കിന്നിന്റെ കാണിക്കാന്ന് വിചാരിച്ച് ഡിസ്ട്രിക്റ്റിലാട്ടോ വന്നത്. അങ്ങനെ ടോക്കൺ എടുത്തിട്ട് ഇരിക്കും കേട്ടോ. എന്റെ ടോക്കൺ 1210, ഇപ്പൊ 1199 ആയിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ. കുഞ്ഞുമണിയുടെ കൈ ഇരിക്കുന്ന എല്ലാം കണ്ടോ, ഞങ്ങൾക്ക് ബസ്സിൽ നിന്ന് കിട്ടിയതാട്ടോ. കുഞ്ഞുമണി എന്ത് കിട്ടിയാലും കളയില്ല. അപ്പൊ ഇതും കൊണ്ടാണ് ഹോസ്പിറ്റലിലോട്ട് വന്നത്. അമ്മ ഇവിടെ നിന്ന് റീലൊക്കെ കാണുവാണ്. അങ്ങനെ സ്കിന്നിനെ കാണിക്കാൻ വേണ്ടി OP ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. അപ്പോഴത്തേക്കും ടോക്കൺ നമ്പർ 135 ആണ് കേട്ടോ കിട്ടിയത്. ഇവിടെ വന്നപ്പോഴോ 116 ആയിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെ ഇരുന്ന് കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞുമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കാനൊക്കെ തുടങ്ങി. കുഞ്ഞുമണി കൊണ്ട് പിന്നെ വേറെ നിർബന്ധ വാശിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇരുന്നോളൂ അങ്ങ്. 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്നത്തെ പോലെ തിരക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇവിടെ വരുമ്പോൾ നിൽക്കാൻ പോലും പറ്റാത്തത്രയും തിരക്കാണ് കേട്ടോ. കുഞ്ഞുമണി ദേ ഇവിടെ കയറി ഇറങ്ങി കളിക്കാൻ കേട്ടോ. അവിടെ നിന്ന് പിടിച്ച് താഴോട്ട് ഇറങ്ങും, പിന്നെ ദേ വേണ്ടോട്ട് വരും. ഇതായിരുന്നു കേട്ടോ കുഞ്ഞുമണിയുടെ പരിപാടി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും വന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയിട്ടോ. അതെ, ഞാനും കുഞ്ഞുമണി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ ചേച്ചി എന്നോടൊന്ന് നോക്കിയാ ഇത് എന്റെ അനിയത്തിയാണെന്ന്. ഞാൻ പറഞ്ഞ അല്ലേ ചേച്ചി ഇതെന്റെ മോളാണ്. എന്തോ ചെയ്യാനാ സന്ദർഭമേ ആയിപ്പോയില്ലേ. എന്നെ പുകഴ്ത്താൻ ഒരു തിണ്ടിയുടെ ആവശ്യം എനിക്കില്ല. എന്നെ പുകഴ്ത്താൻ ഞാൻ തന്നെ ധാരാളം. അങ്ങനെ ഞങ്ങൾ ദേ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് ദേ ടോക്കൺ മേടിക്കാൻ നിൽക്കുക കേട്ടോ. ടോക്കൺ മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നിന്ന് ഒരു വിധമായപ്പോഴത്തേക്ക് മരുന്നൊക്കെ കിട്ടിട്ടോ. മരുന്നൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞുമണിയുടെ ചെക്കപ്പിന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടോ. ഇവിടെ കൊണ്ടുവന്നപ്പോഴോ അതിന്റെ ഒടുക്കത്തെ തിരക്കിട്ടോ. എന്റെ അമ്മയെ എന്ത് തിരക്കാ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും തിരക്കാണ് പറ്റി സങ്കടം വരികയാണ് കേട്ടോ. എന്തോരം പിള്ളേരല്ലേ പനി അസുഖങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. കുഞ്ഞുമക്കൾക്കെന്നല്ല, കുഞ്ഞുമക്കൾക്ക് വലിയവർക്കായാലും അസുഖങ്ങളൊന്നും ആർക്കും വരാതിരിക്കട്ടെ. ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ടോ. കുഞ്ഞുമണിക്ക് കുഴപ്പമൊന്നുമില്ല. ചുമയുള്ളത് കാരണം ചുമയുടെ മരുന്നൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടോ. അതിനുശേഷം എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ട് വന്നിട്ടോ. ഞാൻ ഒരു ബർഗർ വാങ്ങി. പിന്നെ ഞാനും അമ്മയും കൂടെ ഷാർജ വാങ്ങിട്ടോ. ഇത് 20 ബർഗർ ആണ് കേട്ടോ. നല്ല സാധനം, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്. അങ്ങനെ അമ്മ എവിടെ ഇരുന്ന് ഷാർജ കുടിക്കാൻ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് കുഞ്ഞുമണി എന്റെ സ്പൂൺ വാങ്ങി ഒന്ന് കോരി കുടിച്ചിട്ടോ. പിന്നെ എന്റെ വഴക്ക് പറഞ്ഞു. ഞാൻ കോൺഫ്ലക്സ് മാത്രമായിട്ട് കൊടുത്തോണ്ടിരുന്ന കേട്ടോ. ഇച്ചിട്ടാണ് ഷാർജ കുടിച്ച എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സന്തോഷം. അങ്ങനെ ഷാർജയെ കുടിച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിട്ടോ. പിന്നെ കുഞ്ഞിനെ കൊണ്ട് അതിനെ കൊണ്ട് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. അമ്മ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ബസ് ഇരുന്നപ്പോഴത്തേക്ക് ഒരു ആംബുലൻസ് പോയിട്ട് ആംബുലൻസ് പോകുന്ന കണ്ടിട്ട് പ്രാർത്ഥിക്കാണ് കുഞ്ഞുമണി. ആംബുലൻസ് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് എടുക്കുന്ന ആൾക്ക് ഒരു ആപത്ത് വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് കുഞ്ഞുമണിയും ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പൊ ആംബുലൻസ് കണ്ടാലും എന്നെക്കാട്ടി മുന്നേ അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. മീൻ വാങ്ങണമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രാമളരെ ചന്തയിൽ ഇറങ്ങി കേട്ടോ. ഇന്ന് കാർത്തിക ആയതുകൊണ്ട് എന്റെ പുഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി കേട്ടോ. ബസ് കയറിയപ്പോഴത്തേക്കും കുഞ്ഞുമണി ഉറങ്ങി കേട്ടോ. നല്ല ഉറക്കത്തിലായിരുന്നു പുള്ളിക്കാരി. വോയിസ് ഓവർ കൊടുക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് കൊലുസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം കേട്ടോ. വോയിസ് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കുഞ്ഞുമണി എന്റെ അടുത്ത് ഇരിപ്പുണ്ട്. അതാണ് കേട്ടോ കൊലുസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പുതിയ അതിഥി. സിംബാദാണ് കേട്ടോ പേര്. 3-4 ദിവസമായി കൊണ്ടുവന്നിട്ടോ. പക്ഷേ വീട്ടിൽ കളിക്കാൻ മറന്നു പോയിട്ടോ. അപ്പൊ ഒന്ന് കടയിലോട്ട് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ കടയിലൊക്കെ പോയി സാധനം വാങ്ങിട്ടോ. ഞങ്ങൾ ഇവിടെ പോയാലും ഈ റോജി ഞങ്ങളുടെ കൂടെ വരും കേട്ടോ. അതാണ് മനുഷ്യനും പട്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ അതിന് ജീവിതകാലം കൂടെ നമ്മളോട് സ്നേഹമായിരിക്കും കേട്ടോ. എവിടെ പോയാലും കൂടെ വരികയും ചെയ്യും. അതെ, കടയിൽ പോയിട്ട് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കടയിൽ പോയി ഞാൻ ഉപ്പിലിട്ട് മാങ്ങ വാങ്ങിയത് കേട്ടോ. എനിക്ക് ഈ ഇടകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. എങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിക്കണം. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങൾ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ നാളെ ഒരു ഡെയിലി വ്ലോഗും ആയിട്ട് വരാം. ടാറ്റാ.